മലപ്പുറം വീണ്ടും ലോകത്തിന് അത്ഭുതങ്ങളുടെ മാതൃക കാട്ടിത്തരികയാണ്. വൃക്കരോഗികളായ പാവങ്ങൾക്ക് ₹1 പോലും ചിലവില്ലാതെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യവുമായി ഇതാ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു. പിന്തിരിപ്പന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, പണവും സ്വാധീനമുള്ള സ്വകാര്യ ആശുപത്രി മാഫിയകളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇതാ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് പാവപ്പെട്ട രോഗികൾക്കായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡയാലിസിസ് സെൻറ്റർ തുടങ്ങിയിരിക്കുന്നു. കാണാം അതിൻ്റെ പൂർണ്ണമായ വിശേഷം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കണ്ടതിന് ശേഷം നമ്മളെ കേരളത്തിലുള്ള അമ്പലം പള്ളി കമ്മിറ്റിക്കാർ തീർച്ചയായിട്ടും ചിന്തിച്ചു തുടങ്ങണം. കാര്യം കുറച്ച് ക്യാഷ് മാത്രം മതി ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട്. അതിൻ്റെ പൂർണ്ണ വിവരവും ഒപ്പം തന്നെ വൃക്കരോഗികൾക്ക് എങ്ങനെ ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായി ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ വിവരവും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വരുമാനമുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെയുണ്ട്. കോടികൾ വരുമാനമുള്ള പള്ളികളും അമ്പലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 10ൻ്റെ പൈസ എടുത്ത് ജനത്തിന് ഉപകാരപ്പെടുന്ന, രോഗികൾക്ക് ഉപകാരപ്പെടുന്ന, പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്യില്ല. അവർക്ക് ദൈവത്തിൻ്റെ പേരിൽ പണം ഡിപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ കമ്മിറ്റി ആളുകൾ തന്നെ ആ പണം ഇട്ട് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ സ്ഥാപനം, ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, അതായത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലെ ചാരിറ്റബിൾ ട്രസ്റ്റ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഈ നാട്ടിലുള്ള ആയിരക്കണക്കിന് ഡയാലിസിസ് പേഷ്യൻറ്റിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് നമ്മളുള്ളത്. 10 പൈസയുടെ ചിലവില്ലാതെ ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ കഴിയും. അതായത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലിപ്പോൾ ഡയാലിസിസ് പേഷ്യൻ്റ് കൂടി വരുന്ന സാഹചര്യം. ഓരോ ആശുപത്രികളിൽ പോയി പണമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ദുഃഖിച്ചിരിക്കുന്ന, കരഞ്ഞു തീർക്കുന്ന, വേദനിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്, ഒരുപാട് പേഷ്യൻസ് നമുക്കിടയിലുണ്ട്. പക്ഷേ അവരെ ഒന്നും സഹായിക്കാൻ ഒരു പള്ളിക്കാരും ഒരു അമ്പല കമ്മിറ്റിക്കാരും തയ്യാറാവുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കാണുന്ന ഈ സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്.